കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. സോ ഇൻ ദ സെഷൻ വി ആർ ഡിസ്കസിംഗ് MA Education's paper MES 012. So in this session for this particular paper, Education, Nature and Purposes, ഇതൊരു പ്രഡിക്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ്. നമ്മുടെ ഡിസംബർ TEE നമ്മുടെ ലേണേഴ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഒഫീഷ്യൽ സിലബസിലുള്ള ഡിഫറെന്റ് കോർ ടോപ്പിക്സും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ട്. കോൺസെപ്റ്റും അതുപോലെ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, നേച്ചർ, നോളജ് ഇൻ എഡ്യൂക്കേഷൻ, അതിന്റെ എയിം, ഗോൾസ്, ഫീച്ചേഴ്സ്, അതൊക്കെയാണ് ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ടോപ്പിക്സ് ഉണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, എയിംസ്, കരിക്കുലം പ്ലാനിങ്, അതുപോലത്തെ ഒക്കെ. സോ അതിന്റെയൊക്കെ ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഫറെന്റ് ആയിട്ട് ഉള്ള ടോപ്പിക്സ് ഉണ്ട്. കോർ തീംസ് നമ്മൾ എന്തായാലും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഡിസംബർ 2025 അതിൽ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പേപ്പറിന് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിന് ചാൻസസ് ഉണ്ട്, അതിന്റെ ഒരു പ്രോബബിലിറ്റി, ചാൻസും റെലവൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു സെഷന്റെ എൻഡ് ഭാഗത്ത് നമ്മളൊരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇഗ്നോയുടെ സെയിം എക്സാം സ്ട്രക്ചർ മിറർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. സോ അതിന്റെ മോഡൽ ആൻസറും ആൻസർ സ്കീംസും ഒക്കെ നമ്മൾ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ടൈം ലിമിറ്റിനകത്ത് തന്നെ എഴുതി തീർക്കണം. എന്നിട്ട് നമ്മുടെ ആപ്പിനകത്തുള്ള ആൻസേഴ്സ് കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. സോ നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TEE പേപ്പേഴ്സ്, നമ്മുടെ പ്രീവിയസ് ഇയറിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനകത്തുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സാമിനകത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാനും പറ്റും. ആൻസേഴ്സിനെ കുറച്ചുകൂടെ സ്ട്രക്ചർ ആക്കാനും പറ്റും. ഈ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ബ്ലോക്ക് 1 കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 1 മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എഡ്യൂക്കേഷൻ ആസ് എ ഫീൽഡ് ഓഫ് നോളജ് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമൽ, നോൺ ഫോർമൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഹൈ റെലവെന്റ് ആണ്. എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യലൈസേഷൻ, ബിഹേവിയർ മോഡിഫിക്കേഷൻ 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആണ്. ബ്ലോക്ക് 2 തിയറീസ് ആൻഡ് സോഴ്സസ് ഓഫ് നോളജ് 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രമാണ, ബുദ്ധിസ്റ്റ്, ജെയിൻ എപ്പിസ്റ്റമോളജീസ് 13 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആണ്. നെക്സ്റ്റ് ഇസ്ലാമിക് ആൻഡ് മിഡീവിയൽ കോൺസെപ്ഷൻസ് ഓഫ് നോളജ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 3 എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ക്രൈറ്റീരിയ ഓഫ് എഡ്യൂക്കേഷൻ ലൈൻസ് 12 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. യൂണിറ്റ് 9 എയിംസ് ഇൻ ഇന്ത്യൻ ഫിലോസോഫിക്കൽ ട്രഡീഷൻസ് 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. വെസ്റ്റേൺ ഫിലോസോഫിക്കൽ എഡ്യൂക്കേഷൻ, ഫിലോസോഫിക്കൽ ഇസംസ് ഇൻ എഡ്യൂക്കേഷൻ, ഡിഫറെന്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഫിലോസഫീസ് ഉണ്ട്. ഓക്കെ, സോ 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് എയിംസ് ഇൻ മോഡേൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. മോഡേൺ തിങ്കേഴ്സ് ലൈക്ക് ടാഗോർ, ഗാന്ധി, ഡിവി, ഫ്രെഡെ 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആണ്. ബ്ലോക്ക് 4 കരിക്കുലം ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്, കോൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് ടു കരിക്കുലം 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഫൗണ്ടേഷൻസ്, ഫിലോസോഫിക്കൽ, സോഷ്യോളജിക്കൽ ആസ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്.
നെക്സ്റ്റ് കരിക്കുലം പ്ലാനിംഗ് ആൻഡ് ലെവൽസ് 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്. മോഡൽസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ടോപ്പിക് ആണ്. നെക്സ്റ്റ് കരിക്കുലം ഇവാലുവേഷൻ 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ നമ്മൾ ഡിഫറെന്റ് കോർ തീംസിനെ അതിന്റെ റെലവൻസ് അനുസരിച്ചിട്ട് ഹൈ ടു ലോ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 തവണ അപ്പിയർ ചെയ്ത ടോപ്പിക്സ് ആണ്. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ 5 ലെസ് ദാൻ 5 അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ബ്ലോക്കിനകത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് അതിനൊരു ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3 എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 4ഉം ഇമ്പോർട്ടന്റ് ആണ്. കരിക്കുലം ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്സ്. നമ്മൾ ഈ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 4 ബ്ലോക്ക് 3ക്കകത്തുള്ള യൂണിറ്റ് 4 അത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതുപോലെ യൂണിറ്റ് 4 ബ്ലോക്ക് 4നകത്തുള്ള യൂണിറ്റ് 14 അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 14 റെലവെന്റ് ആണ്. അതുപോലെ 12 യൂണിറ്റ് 3കകത്തുള്ള യൂണിറ്റ് ബ്ലോക്ക് 3കകത്തുള്ള യൂണിറ്റ് 3 അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഡിസംബർ 2025 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തീംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ പ്രമാണ ആൻഡ് ആൻഷ്യന്റ് ഇന്ത്യൻ തിയറീസ് ഓഫ് നോളജ്. എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിന്റെ ഒരു എപ്പിസ്റ്റമോളജിയും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും നിർബന്ധമാണ്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിങ്കേഴ്സ് ഇതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ കരിക്കുലം പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, ലോങ് ആൻസർ ഷോർട്ട് ആൻസർ സെക്ഷനിൽ ഈ ഒരു ടോപ്പിക്സ് സ്പെസിഫിക്കലി റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ലോങ് എസ്സേസ് ആണ്. 600 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. 70 to 25 ആണ് ഒരു എക്സ്പെക്ടഡ് മാർക്സ്. സോ അതിന്റെ ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും ഇംപ്ലിക്കേഷൻസും ക്രിട്ടിസിസും ഒക്കെ എഴുതണം. ഇനി കോമ്പയറേറ്റീവ് ലോങ് എസ്സേസ് ഉണ്ട്. 600 വേർഡ്സിനാണ്. 70 to 25 ആണ്. ഇതിനകത്ത് തിങ്കേഴ്സ് ഒക്കെയാണ് പെടുന്നത്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇസംസും. നെക്സ്റ്റ് ലോങ് എസ്സേസ് ആണ്. ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് മോഡിനകത്തുള്ള 600 വേർഡ്സിനാണ്. 70 to 25 മാർക്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് പോളിസീസും സ്കീംസും മോഡൽസ് ഒക്കെയാണ്. സോ അതിനെ നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് എവിഡൻസ് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യണം. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 150 വേർഡ്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 15 to 25 മാർക്സിനാണ്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് എസ്സേസ് 600 വേർഡ്സിനാണ്. 70 to 25 മാർക്സ് ആണ് എക്സ്പെക്ടഡ് സ്കോർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഒരു ഇൻട്രോ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്പെസിഫിക് കോർ ടോപ്പിക് എന്താണോ അതിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിന്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ കോൺസെപ്റ്റ് എന്താണ്. നെക്സ്റ്റ് ബോഡിയാണ്. ബോഡി പാർട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതണം. ദെൻ കൺക്ലൂഷൻ. നെക്സ്റ്റ് ലോങ് എസ്സേസ് ആണ് കമ്പാരിറ്റീവ് മോഡിലുള്ളത്. ഇതിനകത്ത് ഡിഫറെന്റ് ഇസംസും ഫിലോസഫീസും തിങ്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. 600 വേർഡ്സിനാണ്. ആവറേജ് സ്കോർ 17 to 25 ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്രിട്ടിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് ലോങ് എസ്സേസ്. 600 വേർഡ്സ് തന്നെയാണ്. മാക്സിമം 17 to 25 തന്നെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മോഡൽസ് ഒക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഷോർട്ട് ആൻസേഴ്സ് ആണ്. 150 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. 15 to 25 ആണ് ഒരു എക്സ്പെക്ടഡ് മാർക്സ് എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ആവറേജ് സ്കോർ 25 തന്നെയാണ്. ടോട്ടൽ ഷെയർ 25% ആണ്. ബ്ലോക്ക് 2 ടോട്ടൽ ഷെയർ 40% ആണ്. ബ്ലോക്ക് 3 25% ആണ്. ആൻഡ് ബ്ലോക്ക് 4 10% ആണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 2 അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ലോങ് എസ്സേസ് അതിന് 22 ഡിസംബർ തൊട്ട് 25 ജൂൺ വരെയുള്ള അതിന്റെ ഒരു ട്രെൻഡ് അനലൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലോങ് എസ്സേസ് ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി അതിന്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡ് ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ആൻസേഴ്സ്. ഓക്കെ, അത് ചെറുതായിട്ടൊന്ന് ട്രെൻഡ് കുറഞ്ഞു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലോങ് എസ്സേസ് ആണ് യെല്ലോയിഷ് കളറിൽ. അതിന്റെ ട്രെൻഡ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും 25 എത്തുമ്പോഴേക്കും. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, സോ കമ്പാരിറ്റീവ് എസ്സേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഒരു എണ്ണം കൂടിയിട്ടുണ്ട്. ഷോർട്ട് ആൻസേഴ്സിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ്. അതിനകത്ത് ഗാന്ധീസ് ബേസിക് സ്കീംസും കരിക്കുലം മോഡൽസ് ഒക്കെയാണ് 24 പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ്. 3 hours 180 മിനിറ്റ്സിന്റെ ഉള്ള 100 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. സോ ടൈം നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യണം. ലോങ് എസ്സേസ് 75%, ഓക്കെ 135 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ നമ്മളൊന്ന് മൈൻഡിൽ ഒരു മൈൻഡ് മാപ്പ് വെച്ചിട്ട് വേണം അത് തുടങ്ങാൻ. 35 മിനിറ്റ്സ് 35 മിനിറ്റ്സ് കൊണ്ട് എഴുതിത്തീർക്കുക. നെക്സ്റ്റ് ഷോർട്ട് ആൻസർ സെഷൻസ് ആണ്. ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് അതും എഴുതിത്തീർക്കുക. ബ്രീഫ് എക്സാമ്പിൾസും കോർ പോയിന്റ്സും ഒക്കെ ആഡ് ഓൺ ചെയ്യണം. ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ കരിക്കുലം പ്ലാനിംഗ് ലെവൽ, അതിന്റെ പ്രോസസ്സും ഫ്രെയിം വർക്കും 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എയിം ഓഫ് എഡ്യൂക്കേഷൻ, ബുദ്ധിസ്റ്റ് വേഴ്സസ് ജൈന. ഓക്കെ, അതിന്റെ ഒരു കമ്പാരിസൺസ് ഉണ്ട്. സം ഫീച്ചേഴ്സ് ഈക്വൽ ആണ് രണ്ട് ഫിലോസഫിക്കൽ തോട്ട്സിനും, സം ഫീച്ചേഴ്സ് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്. അപ്പം അതും എഴുതണം. 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഓർത്തഡോക്സ് വേഴ്സസ് ഹെറ്ററോഡോക്സ് തിയറീസ് ഓഫ് നോളജ്, അതിന്റെ കമ്പാരിസൺസ് ആണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫോർത്ത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, കമ്മീഷനും പോളിസീസ് ഒക്കെയാണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫിഫ്ത് വൺ എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യലൈസേഷൻ, ഡിഫറൻഷിയേറ്റ് എൻകൾച്ചറൈസേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ, ഓക്കെ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സിക്സ്ത് വൺ പ്രമാണ, മീനിങ്സും ടൈപ്സും അതുപോലെ ഇംപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ, 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെവൻത് വൺ ഇസ്ലാമിക് തിയറി, വ്യൂ ഓഫ് നോളജ്, 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എയ്ത്ത് വൺ തിങ്കേഴ്സ്, ജോൺ ഡ്യൂയി ആൻഡ് പോൾ ഓഫ് ഫ്രെഡി, അതിന്റെ കമ്പാരിറ്റീവ് വളരെ ഇംപ്ലിക്കേഷൻസ്, 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നയൻത് വൺ ഫോർമൽ വേഴ്സസ് നോൺ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻസ്, 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ കരിക്കുലം ഇവാലുവേഷൻസ് ആണ്, CAPPയും ഡിസ്ക്രിപ്പൻസീസും ഒക്കെ 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ഹൗ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. ബ്ലോക്ക് 1 യൂണിറ്റ് 4 പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 25 ആണ്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ അനലൈസ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ propounded by John Dewey and Paul Freire, 25 ആണ് ആവറേജ് സ്കോർ. Third one, differentiate between the aims of education as a propounded by the Buddhist and Jaina philosophies of education, 25 ആണ് average score. Total share നമ്മൾ repeated questions നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 റിപ്പീറ്റിംഗ് ഐറ്റംസ് 18% റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഫ്രം 22 ഡിസംബർ ടു 25 ജൂൺ. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ ഹൗ ടു പ്രാക്ടീസ് ദിസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ആദ്യം ടൈമാണ് മാനേജ് ചെയ്യേണ്ടത് മര്യാദയ്ക്ക്. ഓക്കെ, അതുപോലെ 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലുള്ള കോർ തീംസ് നമ്മൾ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം. ഇനി നമ്മുടെ പ്രോബബിലിറ്റി ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ബ്ലോക്ക് 2 യൂണിറ്റ് 6 പ്രമാണാസും ആൻഷ്യന്റ് ഇന്ത്യൻ തിയറീസ് ഓഫ് നോളജ് 100% ചാൻസ് ഉണ്ട്, ഹൈ റെലവെന്റ് ആണ്. നെക്സ്റ്റ് കരിക്കുലം പ്ലാനിംഗ് ലെവൽസ്, പ്രോസസ് ആൻഡ് ഫ്രെയിംവർക്ക് 80% ചാൻസ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ആണ്. തേർഡ് എയിം ഇൻ ബുദ്ധിസ്റ്റ് വേഴ്സസ് ജെയിൻ ട്രഡീഷൻസ്, കമ്പാരിസൺ ആണ് ലിറ്ററലി ചോദിച്ചിട്ടുള്ളത്. 80% ചാൻസ് ഉണ്ട്, ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓർത്തഡോക്സ് വേഴ്സസ് ഹെറ്ററോഡോക്സ് സ്കൂൾസ്, കമ്പാരിസൺസ് ആണ്, ഫീച്ചേഴ്സ് നമ്മൾ എന്തായാലും എഴുതണം. 60 ആണ്, മീഡിയം റെലവെന്റ് ആണ്. എയിം ഓഫ് എഡ്യൂക്കേഷൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, കമ്മീഷൻസ്, ഡിഫറെന്റ് പോളിസീസ് ഒക്കെ 60% പ്രോബിലിറ്റി ഉണ്ട്, മീഡിയം റെലവെന്റ് ആണ്. Education as a socialization, inculturation and versus acculturation, 40% chance ഉണ്ട്, medium relevant ആണ്. Islamic theory, view of knowledge 20% chance ഉണ്ട്, low relevance ആണ്. Thinkers, Dewey theory, അതിന്റെ comparisonsഉം implicationസും 20% chance ഉണ്ട്. Formal versus non-formal, informal educations 20% chance ഉണ്ട്, low relevance ആണ്. Curriculum models, evaluations, discrepancies CAPPP 20% chance ഉണ്ട്, low relevance ആണ്. ഇനി ഹൈ ടു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ, പ്രമാണ, ആൻഷ്യന്റ് സ്കൂൾസ് വിത്ത് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പോലത്തത് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് എയിംസ്, ബുദ്ധിസ്റ്റ് വേഴ്സസ് ജൈനിസം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഓർത്തഡോക്സ് വേഴ്സസ് ഹെറ്ററോഡോക്സ് സ്കൂൾസ്, അതിന്റെ തോട്ട്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എയിംസ് വേഴ്സസ് കമ്മീഷൻ പോളിസീസും NCFസും 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോഷ്യലൈസേഷൻ പ്ലസ് എൻകൾച്ചറേഷൻ, അതിന്റെ കൾച്ചറേഷൻ ഡിസ്റ്റിങ്ഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈ ടോപ്പിക്സ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രമാണ, ആൻഷ്യന്റ് ഇന്ത്യൻ തിയറീസ് ഒക്കെയാണ്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്, പ്ലാനിംഗ് ലെവൽസ്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. 600 വേർഡ്സിനായിരിക്കും. ഒരു ഇൻട്രോ, ഡെഫിനിഷൻ, കൺക്ലൂഷൻസ്, ഇതായിരിക്കണം ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് മീഡിയം ആണ്. ഓർത്തഡോക്സ് വേഴ്സസ് ഹെറ്ററോഡോക്സ് സ്കൂൾസ്, കോസ്റ്റ് ഇൻഡിപെൻഡൻസ് എയിംസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കീ ഡിസ്റ്റിങ്ഷൻസും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആൻസർ അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലോ റെലവെന്റ് ആയിട്ടുള്ള ഇസ്ലാമിക് വ്യൂ ഓഫ് നോളജ്, ഡ്യൂഫ്യൂരിക് എംബാരസൻസ്, അതുപോലെ കരിക്കുലം മോഡൽസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻസും അതിനും ഒരു സ്ട്രക്ചർ വൈസ് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഫ്ലാഷ് കാർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. MES 012 എഡ്യൂക്കേഷൻ നേച്ചർ ആൻഡ് പർപ്പസസ്. മാക്സിമം വെയിറ്റേജ് എന്ന് പറയുന്നത് 70%. 3 hours-ന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ആണ്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ വെയിറ്റേജ്. ഓക്കെ, സോ നമുക്കിവിടെ ചോയ്സ് ഒന്നുമില്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 600 words. A പാർട്ടിൽ critically analyze the concept of pramana as a valid means of knowledge in Indian epistemology. How can it inform contemporary educational practices? Okay, അപ്പൊ contemporary educational practice with ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനൊരു ആൻസർ എഴുതാൻ. B പാർട്ടിൽ examine the relationship between education, socialization and cultural transmission. How does the process of enculturation contribute the personality development? Second question, 600 words in the question തന്നെയാണ്. A പാർട്ടിൽ discuss the key stages and guiding principles of curriculum planning at institutional and national levels. Illustrate your answer with an example. Okay, അതിന് ബി പാർട്ട് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Compare the contrast to the aim of education as a proposed in Buddhist and Jaina philosophical traditions. What insights do these offer to contemporary Indian education? Okay, so ഒരു കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇവാലുവേഷനിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ്, അതിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്, ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എനി 4 of the following ആണ്. 150 വേർഡ് ഈച്ച് വെച്ചിട്ട്. സോ അതിൽ എ പാർട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ് സ്കൂൾസ് ആണ്. ബി പാർട്ട് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫോർമൽ, നോൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻസ് വിത്ത് എക്സാമ്പിൾസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമ്പിൾ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. C part, briefly discuss the educational aims as envisaged and in major post-independence commissions or policies. Okay, 1948 തൊട്ട് 2020 വരെയാണ് ചോദിച്ചിട്ടുള്ളത്. D part, highlight the significance of John Dewey's concept of learning through experience in today's classroom practices. Okay, so അദ്ദേഹത്തിന്റെ perspective from today's classroom practices. E part, explain how curriculum evaluation supports educational quality assurances. F part, describe the role of education in promoting cultural diversity and social harmony. Okay, contemporary important ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സോഷ്യൽ ഹാർമണി. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് 600 വേർഡ്സിന്. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്, ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ കമ്പാരറ്റീവ് എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഓഫ് പോൾ ഫ്രീഡി ആൻഡ് മഹാത്മാ ഗാന്ധി. ഡിസ്കസ് ഹൗ ദ ഐഡിയാസ് ഓഫ് ലിബറേഷൻ ആൻഡ് സെൽഫ് റിയലൻസ് ക്യാൻ ഷേപ്പ് മോഡേൺ എഡ്യൂക്കേഷൻ റിഫോംസ്. ഓക്കെ, സോ ഇന്ത്യൻ സിനാരിയോസിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് എഡ്യൂക്കേഷൻ റിഫോംസ് അല്ലെങ്കിൽ പോളിസീസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യാൻ. ബി പാർട്ട്, അനലൈസ് ദ റിലവൻസ് ഓഫ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അച്ചീവിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. സജസ്റ്റ് വേ ടു അലൈൻ കരിക്കുലം ഒബ്ജക്റ്റീവ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. ഓക്കെ, സോ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾസ് കൂടെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡിഫറെന്റ് ആംഗിളിൽ ഇതിന് ആൻസർ എഴുതാൻ പറ്റും. സോ എ പാർട്ട് ബി പാർട്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, അതൊരു ചോയ്സ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ആ ഒരു 3 hours-ന്റെ ഉള്ളിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ദെൻ ആൻസർ നമ്മുടെ ലേണേഴ്സിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.